നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സർക്കാരിനോട് വിട്ടുവീഴ്ചയില്ലാതെ ഗവർണർ. താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ പാനൽ തള്ളി. VCമാരായ സിസ തോമസിനും കെ ശിവപ്രസാദിനും വീണ്ടും നിയമനം. വിജ്ഞാപനമിറക്കി രാജ്ഭവൻ. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി മാർ ആൻഡ്രൂസ് താഴത്തിലിനെ കണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്ന മാർ ആൻഡ്രൂസ് താഴത്ത്. ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ. NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി കന്യാസ്ത്രീകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെ കുടുക്കാൻ നീക്കം. യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായി എന്ന മന്ത്രി വീണ ജോർജ്. സത്യം പറഞ്ഞ ഡോക്ടറെ ക്രൂശിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാരണം കാണിക്കൽ നോട്ടീസിൽ വികാരാധീനനായി ഡോക്ടർ ഹാരിസ്. അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പൗരന്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 9-ന്. പത്രികാ സമർപ്പണം ഈ മാസം 21 വരെ. രാജ്യസഭയിൽ CISF ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനെ ചൊല്ലി സംഘർഷം. MPമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ ഉന്തും തള്ളും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ അന്തിമ തീരുമാനമായില്ല എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി. ദുരന്തം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ എന്നും എപ്പോൾ തീരുമാനമെടുക്കാനാകുമെന്നും കോടതി. സംസ്ഥാനത്തെ ബാങ്കുകളുടെ നടപടി മാതൃകയാക്കിക്കൂടെ എന്നും ചോദ്യം. കോതമംഗലത്ത് വിഷം ഉള്ളിൽ ചെന്ന യുവാവ് മരിച്ച സംഭവത്തിൽ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. അൻസലിന് വിഷം നൽകി കൊലപ്പെടുത്തുമെന്ന പെൺകുട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് ബന്ധുക്കൾ. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നതായും ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ സർക്കാർ നൽകിയ പാനൽ തള്ളി. താൽക്കാലിക VCമാരെ ഗവർണർ നിയമിച്ചു. ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ ശിവപ്രസാദിനെയും താൽക്കാലിക VCമാരായി 6 മാസത്തേക്കാണ് നിയമിച്ചത്. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, സർക്കാരിനെ തള്ളി ഗവർണർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ സർക്കാർ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ ഗവർണർക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകാൻ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഷിജോ, ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് രാജ്ഭവനിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതായത് KTU സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാല, ഈ 2 സർവകലാശാലയുടെ വിഷയമായിരുന്നു ഹൈക്കോടതിയിലും സുപ്രീം കോടതിയുടെ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ ഈ 2 സർവകലാശാലകളിലും താൽക്കാലിക VCമാരെ മാറ്റുക, സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ താൽക്കാലിക VCമാരെ നിയമിക്കാവൂ എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവ് വന്നതിന് തൊട്ട് പിന്നാലെയാണ് നിയമമന്ത്രിയും മന്ത്രി R ബിന്ദുവും രാജ്ഭവനിലെത്തുകയും ഇവർ സർക്കാർ ഈ 2 യൂണിവേഴ്സിറ്റികളിലും സർക്കാർ 3 പേരടങ്ങുന്ന പാനൽ, അതായത് 2 പാനൽ വീതം രാജ്ഭവനിൽ നൽകുകയും ആ പാനലിൽ നിന്ന് മാത്രമേ നിയമിക്കാവൂ എന്നൊരു അഭ്യർത്ഥന കൂടി ഗവർണർക്ക് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ചർച്ച നടത്തിയതുമൊക്കെ നമുക്കറിയാം. അതിനുശേഷമാണ് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവിന് പിന്നാലെയാണ് അത് സർക്കാർക്ക് അനുകൂലിച്ചും ഗവർണർക്ക് തിരിച്ചടിയുമായിരുന്നു ആ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിനെതിരെ ഈ മന്ത്രിമാർ വന്ന് രാജ്ഭവനിൽ ഗവർണറെ കണ്ട് കൂടിക്കാഴ്ചയ്ക്ക് നടത്തിയതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഗവർണർ ഹർജി ഫയൽ ചെയ്തു. ആ സുപ്രീം കോടതിയുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. 6 മാസം സർവകലാശാല ചട്ടപ്രകാരം 6 മാസം മാത്രമേ സർവകലാശാലകളിൽ താൽക്കാലിക VCമാരെ നിയമിക്കാവൂ. അതിനുശേഷം സ്ഥിരം VCമാരെ നിയമിക്കണം. സ്ഥിരം VCമാരെ നിയമിക്കുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ മാറി ചർച്ച ചെയ്ത് ആലോചന നടത്തി മാത്രമേ നിയമപരമായി മാത്രമേ സർവകലാശാലകളിൽ സ്ഥിരം VCമാരെ നിയമിക്കാവൂ. അതേസമയം ഈ 6 മാസത്തേക്ക് താൽക്കാലിക VCമാരെ നിയമിക്കുമ്പോൾ ഈ പാനലിൽ നിന്ന് നിയമിക്കുകയോ അതല്ലെങ്കിൽ നിലവിലുള്ള സർവകലാശാല VCമാർക്ക് ആ തസ്തികയിൽ തുടരുകയോ ചെയ്യാം. പക്ഷേ ഈ 2 തീരുമാനമെടുത്താൽ, അതായത് നിലവിലെ VCമാർക്ക് താൽക്കാലിക VC തസ്തികകൾ തുടരുകയോ അല്ലെങ്കിൽ പുതിയ VCമാരെ നിയമിക്കുകയോ ചെയ്യുമ്പോൾ ഈ 2 തീരുമാനവും ഗവർണറാണ് എടുക്കേണ്ടത്. ചാൻസലറായ ഗവർണറുടെ അധികാരമാണെന്ന് സുപ്രീം കോടതി വിധിന്യായത്തിൽ പറയുന്നു. ഈ ഉത്തരവിന്റെ ബലത്തിലാണ് ഇപ്പോൾ സർക്കാർ നൽകിയ പാനൽ തള്ളിക്കൊണ്ട് ഗവർണർ സ്വന്തം നിലയിൽ VCമാരെ നിയമിച്ചിരിക്കുന്നത്. ഈ 2 സർവകലാശാലയിലെ ആ പാനൽ നോക്കുക പോലും ചെയ്യാതെ സർക്കാർ സ്വന്തം നിലയിലാണ് ഗവർണർ ഇപ്പോൾ VCമാരെ നിയമിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെയും KTU സർവകലാശാലയിൽ ഡോക്ടർ ശിവപ്രസാദ്
സിസാനെയുമാണ് നിയമിച്ചിരിക്കുന്നത്. ഈ സിസ തോമസ് ഓൾറെഡി നേരത്തെ തന്നെ സർക്കാരുമായി നിയമ പോരാട്ടത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. KTU സർവകലാശാലയിൽ VC ആയിരുന്നപ്പോഴും ഡിജിറ്റൽ സർവകലാശാല VC ആയിരുന്നപ്പോഴും ഏറ്റവും ഒടുവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ മോഹനൻ കുന്നുമ്മൽ വിദേശത്ത് പോയ ഒരു ഇടവേളയിൽ ഒരാഴ്ചക്കാലം കേരള യൂണിവേഴ്സിറ്റിയിൽ VC ആയി നിയമിച്ചപ്പോഴും ഏറ്റവും അധികം സർക്കാരുമായി പോരാട്ടം നടത്തിയ വ്യക്തിയാണ്. അവിടെയൊക്കെ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നതൊക്കെ നമുക്കറിയാം. ആ ഡോക്ടർ സിസ തോമസിനെ തന്നെയാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിൽ VC ആയി ഗവർണർ നിയമിച്ചിരിക്കുന്നു. ഒപ്പം ശിവപ്രസാദ് എന്ന് പറയുന്നത് കുസാറ്റ് സർവകലാശാലയിൽ കുസാറ്റിലെ നിയമവിഭാഗം ഷിപ്പിംഗ് വിഭാഗത്തിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നിയമനത്തിനെതിരെ സർക്കാർ നൽകിയ പാനലിൽ നിന്ന് മാത്രമേ നിയമിക്കാവൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഗവർണർക്ക് കത്ത് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തൃശ്ശൂരിലാണ്. അവിടെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നിയമമന്ത്രി P. രാജീവിന്റെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു വിഷയം തന്നെയാണ് ശ്രീജ. തീർച്ചയായും അൺഫിൽറ്റർ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൺഫിൽറ്റ് ഡിസൂസ. ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കുന്ന പുതിയ ആരോപണവുമായി സർക്കാർ. യൂറോളജി വകുപ്പിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായി. ഇക്കാര്യം കണ്ടെത്തിയത് ഉപസമിതിയെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവനന്തപുരം MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങളാണ് കാണാതായത്. ഉപകരണങ്ങൾ കാണാതായതിനെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണം നടത്തും. ഡോക്ടർ ഹാരിസിന്റെ ചുമതലയിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഉപകരണങ്ങൾ കാണാതായതെന്നും ആരോഗ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിൽ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960 ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ച് തനിക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിന് അടിസ്ഥാനമായ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ പറ്റി അറിയില്ല എന്ന് ഡോക്ടർ ഹാരിസ്. അന്വേഷണ സമിതിയിലുള്ളത് തന്റെ സഹപ്രവർത്തകരാണ്. അവർക്ക് തന്നെ നന്നായി അറിയാമെന്നും പ്രോബില്ലാത്ത കാര്യം അറിയിച്ച് പലതവണ കത്ത് നൽകിയതാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഇപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുമുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിൻ്റ് എടുക്കാനുള്ളൊരു പേപ്പർ പോലും നമുക്കവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത്. അത്രയും വലിയ ഗതികേടാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ പേപ്പറിൽ എപ്പോഴും അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാഫില്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രിൻറ്റിങ് മെഷീൻ പോലും ഇല്ല. അത് പിന്നെ നമ്മൾ പലരുടെയും കൈയും കാലം പിടിച്ചിട്ടാണ് ഇത് എഴുതിയൊക്കെ കൊടുക്കാൻ. അതിനൊന്നും എനിക്ക് ടൈം കിട്ടത്തില്ല. മാത്രമല്ല നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് കൂടി. രജിത്ത് ചേരുകയാണ്. രജിത്ത്, സത്യസന്ധനായതിൻ്റെ പേരിൽ വേദനിക്കേണ്ടി വന്നൊരു മനുഷ്യൻ. അദ്ദേഹം നിറ കണ്ണുകളോടെ ഇന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ ജോർജ് പറയുന്നത് പോലെ അവരെ സംബന്ധിച്ച് ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നമല്ലേ? തീർച്ചയായും വളരെ വികാരാധീനനായാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ തുടരുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ തനിക്കുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കി തന്നെ പറയുകയുണ്ട്. ഒരു പേപ്പർ പോലും വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതുതന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതും. ഇപ്പോൾ ഏറ്റവും പുതിയതായി അദ്ദേഹത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളിലേക്ക് സർക്കാർ പോവുകയാണ്. കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങളടക്കം ഇല്ലാത്തൊരു കാണാതെ പോയി എന്നുള്ള കുറ്റം കൂടി അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അദ്ദേഹത്തിലേക്ക് കുറ്റം ചാർത്തുന്ന തരത്തിലേക്ക് എത്തുകയാണ്. എന്തുതന്നെയായാലും സർക്കാർ ഇദ്ദേഹത്തോട് ഒരു മനോഭാവം സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അന്വേഷണ കമ്മീഷൻ അത് വിദഗ്ധ സമിതി ഏതാണ് എന്ന് തനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നോട് ഈ കാര്യങ്ങൾ അന്വേഷിച്ച സമിതിയിലുള്ള ആളുകൾ തൻ്റെ സുഹൃത്തുക്കളാണ്, തന്നെക്കുറിച്ച് അറിയാവുന്ന ആളുകളാണ്. അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് തനിക്കെതിരാവുകയില്ല എന്ന കാര്യം അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. പിന്നെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വന്നിരിക്കുന്നത്? വളരെ വിദഗ്ധമായി തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണ് ഇത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോഴും
ഹാരിസിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കാം അദ്ദേഹം വളരെ വികാരാധീനനായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തുതന്നെയായാലും ഹാരിസിനെതിരെ സർക്കാർ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ശ്രീജ, തീർച്ചയായും രജിത്ത്, എന്തായാലും സർക്കാർ ഡോക്ടറിനെ കുടുക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും. എന്തായാലും ഇതിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. വീണ ജോർജ് ഓരോ സമയത്തും ഓരോ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെ സത്യസന്ധനായ ഒരു ഡോക്ടറെ പീഡിപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചുമത്തി രക്ഷപ്പെടാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലാത്ത രീതിയിലുള്ള സമീപനമാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി ആദ്യം എടുത്ത നിലപാട് ഡോക്ടർ ഹാരിസിനെതിരായിട്ടാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ നിലപാട് മാറ്റി ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേർത്ത് പിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അദ്ദേഹത്തിന് മെമ്മോ അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി, അദ്ദേഹം വലിയ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇത് മുഴുവൻ കെട്ടിവെക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഈ ഡോക്ടർ ഹാരിസിനെ മോഷണക്കേസിൽ കുടുക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമമെന്ന് PV അൻവർ. മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണങ്ങൾ കാണാതായി എന്ന മന്ത്രിയുടെ പ്രസ്താവനയിൽ ദുസ്സൂചനയുണ്ട്. സർക്കാരിനെ വിമർശിക്കുന്നവരെ ജയിലിൽ അടയ്ക്കാനാണ് ശ്രമം. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിനെല്ലാം പിന്നിലെന്നും അൻവർ കോഴിക്കോട് പറഞ്ഞു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ കമ്മീഷന്റെ പരിശോധനയിൽ ഈ ഡിപ്പാർട്ട്മെന്റിലെ വളരെ വിലപ്പെട്ട ചില എക്യുപ്മെന്റ്സ് കാണാനില്ല. MP ഫണ്ടിൽ നിന്ന് വാങ്ങിയ എക്യുപ്മെന്റ്സ് ആണ് അത് കാണാതായത്. അപ്പൊ ഇതൊരു വലിയ ദുസ്സൂചനയാണ്. ഡോക്ടർ ഹാരിസിനെ ഒരു കളവ് കേസിൽ പ്രതിയാക്കാനുള്ള കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ സാധനങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റി ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 9-ന്. അന്ന് തന്നെയാണ് വോട്ടെണ്ണലും നടക്കുക. ഈ മാസം 21 വരെ പത്രിക സമർപ്പിക്കാം. 22-ന് സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 25-ആണ്. അടുത്ത വ്യാഴാഴ്ച ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കും. ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂലൈ 22-നാണ് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത്. രാജ്യസഭയിൽ സംഘർഷം. പ്രതിപക്ഷ എംപിമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഉന്തും തള്ളുമുണ്ടായി. ബീഹാറിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച ചർച്ച നടക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ ബഹളം ആരംഭിച്ചത്. ഇതിനിടെ സുരക്ഷയ്ക്ക് CISF ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതിപക്ഷ എംപിമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഉന്തും തള്ളുമുണ്ടായത്. സംഘർഷത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായി പാർലമെന്റിലെത്തി. പ്രധാനമന്ത്രിയും അമിത്ഷായുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയാണ്. കേരളത്തിൽ നിന്നുള്ള MPമാർ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്നാണ് സൂചന. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അനുകൂല നിലപാട് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കളുമായി അമിത്ഷാ സംസാരിച്ചതിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഛത്തീസ്ഗഡ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമൃതോ ദാസ് ആണ് കന്യാസ്ത്രീകൾക്കായി ഹാജരാകുന്നത്. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് കേസിൽ നിർണായകമാകും. അതേസമയം ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഒരാഴ്ചയായി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ UDF MPമാർ ദുർഗയിലെത്തി. ജാമ്യം ലഭിക്കുന്നതുവരെ ദുർഗയിൽ തുടരുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് MPമാർ. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി. അറസ്റ്റിൽ വേദനയും അമർഷവുമുണ്ടെന്നും എത്രയും വേഗം കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാസ്ത്രീകളെ മോചിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രൈസ്തവർക്കെതിരെ വിവേചനമുണ്ട്. കന്യാസ്ത്രീകളെ എത്രയും വേഗം ജയിൽ മോചിതരാക്കണം.
ന്യൂനപക്ഷങ്ങൾക്ക് നീതിയും സുരക്ഷിതത്വവും ലഭിക്കണം. രാജീവ് ചന്ദ്രശേഖറിന്റെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്നും സഭയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത്. ഞങ്ങൾക്ക് ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം. ഓരോ രാജ്യത്തെയും ഓരോ സംസ്ഥാന നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു. ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയം കാണരുത്. ജനങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയമോ മതമോ BJP നോക്കാറില്ല. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ആരും രാഷ്ട്രീയ നാടകം കളിക്കരുതെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിതാവിന് ഞാൻ ഇപ്പോൾ വന്നത് ബ്രീഫ് ചെയ്യാനാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറിച്ച് ബ്രീഫ് ചെയ്തു. ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇതിനെ രാഷ്ട്രീയ നാടകമായിട്ട് മാറ്റരുത്. കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിച്ചത് BJP സംസ്ഥാന നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. സഭയുടെ ഭാഗത്തു നിന്നും അമർഷം ഉയർന്നതോടെയാണ് അനുനയ നീക്കത്തിന് BJP മുതിർന്നത്. അമൃത ന്യൂസ്, തൃശൂർ. വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമായില്ല എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് സംസ്ഥാനത്തെ മാതൃകയാക്കി കൂടെയെന്ന് കോടതിയുടെ മറുചോദ്യം. വായ്പ എഴുതിത്തള്ളാനാവില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്ന കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടലുകളെ തുടർന്നാണ് വിഷയം പഠിച്ച് പരിഹരിക്കാൻ ശ്രമിക്കും എന്നെങ്കിലും കോടതിയെ അറിയിച്ചത്. ഇതിനായി പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും കോടതിയെ അറിയിച്ചിരുന്നു. വീടും സ്ഥലവും നഷ്ടപ്പെട്ട ദുരന്ത ബാധിതർക്ക് ജപ്തി ഭീഷണിയും കൂടി താങ്ങാനാകില്ല എന്നും കേന്ദ്ര സർക്കാർ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നും ാണ് കോടതിയുടെ നിലപാട്. തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കോതമംഗലം സ്വദേശിയായ യുവാവിന്റെ മരണം കൊലപാതകമെന്ന സംശയം. പെൺസുഹൃത്തുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി ബന്ധു. പെൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. അൻസലിന്റെ ബന്ധുവിന്റെ പരാതിയിൽ പെൺകുട്ടിക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അൻസലിന് വിഷം നൽകി കൊല്ലുമെന്ന് പെൺകുട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. AT അശ്വതി ചേരുകയാണ്. അശ്വതി, നിർണായക വെളിപ്പെടുത്തലുകൾ ഈ കേസിൽ വരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ ബന്ധുക്കളുടെ ഗുരുതര ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിയുമായിട്ട് മരണപ്പെട്ട അൻസിലിന് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പെൺകുട്ടി ഇതിനു മുൻപ് അൻസിലിന്റെ മാതാവിനെ വിളിച്ച് നിങ്ങളുടെ മകനെ കൊലപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഒരാഴ്ച മുൻപാണ്, അതായത് ഈ കൃത്യം നടന്ന ഒരാഴ്ച മുൻപാണ് ഈ സംഭവം ഉണ്ടായത് എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞതുപോലെ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ അവനെ കൊന്നുകളഞ്ഞു എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ അൻസിൽ തന്നെയാണ് ബന്ധുക്കളെ വിളിച്ച് എനിക്കിങ്ങനെ വിഷം തന്നു എന്ന് പറയുകയും ഈ പോലീസ് എത്തിയാണ് അൻസിലിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 2 തവണ ഡയാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി അൻസിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. അതായത് ഈ പെൺകുട്ടിയെ നിലവിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ മാത്രമാണ്. പക്ഷെ അത് ഒരു സ്ഥിരീകരിക്കണമെങ്കിൽ ഈ ആരോപണമുള്ളതുപോലെ വിഷം കഴിച്ച് വിഷം ഒഴിച്ചെന്നാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിനായിട്ടാണ് പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. വൈകുന്നേരത്തോടെ അൻസിന്റെ സംസ്കാര ചടങ്ങുകളും ഉണ്ടായിരിക്കും. ശ്രീജ. ശരി അശ്വതി, ഇപ്പോൾ മന്ത്രി P. രാജീവ് മാധ്യമങ്ങളെ കാണുന്നു. ഗവർണറുടെ VC നിയമനത്തിൽ പ്രതികരിക്കുകയാണ് അദ്ദേഹം. അത് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് സംബന്ധിച്ച് സെക്ഷൻ 7(3) സംബന്ധിച്ച് ഇനിയൊരു പുതിയ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമില്ല എന്ന് ഈ വിധിയെ ശരിവെച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട്. അതായത് പുതിയൊരു ഇന്റർപ്രിട്ടേഷൻ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് there need not be any further debate on the same. അപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയത് സർക്കാരിൻ്റെ പാനലിൽ നിന്നല്ല താൽക്കാലിക വൈസ് ചാൻസലർ നിയമിച്ചു എന്നതുകൊണ്ടാണ്. അത് ശരിവെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഗവർണർക്ക് ചാൻസലർക്ക് വയ്ക്കാം, പക്ഷേ അത് നിയമത്തിനനുസരിച്ചായിരിക്കും. ഇവിടെ ആ സുപ്രീം കോടതി വിധിയെ പരസ്യമായി
ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ വിധിയുടെ അന്തസ്സത്ത് എന്താ? യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പരിശോധിച്ചിരിക്കുന്നത് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം എന്നതിനേക്കാളൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും ഗൗരവത്തോടു കൂടി സുപ്രീം കോടതി പരിശോധിച്ചത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം യൂണിവേഴ്സിറ്റികളിൽ തർക്കം മൂലം ഉണ്ടാകുന്നു. അതുകൊണ്ട് 2 അറ്റോർണിയും ചാൻസലർക്ക് വേണ്ടി ഹാജരായ വക്കീലിനോടും ഗവൺമെൻറ്റിന് വേണ്ടി അവിടെ ഹാജരായ വക്കീലിനോടും ചാൻസലറും ഗവൺമെൻറ്റും തമ്മിൽ ചർച്ച നടത്തി ഒരു കൺസെൻസസ് ഉണ്ടാക്കി തുടർ നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ചാൻസലറും ഗവൺമെൻറ്റും തമ്മിൽ ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. നിയമത്തിനകത്ത് വ്യവസ്ഥയുള്ള സർക്കാരിൻ്റെ പാനലിൽ നിന്ന് ആളെ വയ്ക്കണം എന്നുള്ള വ്യവസ്ഥയെ തന്നെ ലംഘിക്കുക വഴി സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തെയും സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണമായും നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ചാൻസലർ എന്ന നിയമപരമായ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത് അതീവ ഗൗരവമായിട്ടുള്ളതാണ്. മറ്റു വാർത്തകൾ നോക്കാം. മലക്കപ്പാറയിൽ 4 വയസ്സുകാരന് നേരെ പുലിയുടെ ആക്രമണം. വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് പുലി ആക്രമിച്ചത്. കുട്ടി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മലക്കപ്പാറ വീരൻകുടി ഊരിലാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. ബേബിയുടെയും രാധികയുടെയും മകനായ രാഹുലിനെയാണ് പുലി ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ 2:45 സംഭവം. കുടുംബം ഉറങ്ങിക്കിടന്ന കുടിലിലേക്ക് പുലി എത്തുകയായിരുന്നു. കുട്ടിയെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും മാതാപിതാക്കൾ ബഹളം വെച്ചതോടെ കുട്ടിയെ ഉപേക്ഷിച്ച പുലി ഓടിപ്പോയി. തേയില തൊഴിലാളികളാണ് ബേബിയും രാധികയും. ഇന്നലെ രാത്രി ഇത് കയറി വന്നു. രാത്രി കയറി വന്നു കഴിഞ്ഞിട്ട് ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. ഞാൻ എണീറ്റു, പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ പോയി. പുറകെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. അവനെ തോന്നി കുട്ടീനെ നമ്മുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്, പിന്നെ ഇവിടെ ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു മുറിവ്. കുട്ടിയുടെ തലയ്ക്ക് പിറകിലായി മുറിവുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തലച്ചോറിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കും. മുതുകിൽ പുലിയുടെ ആഴത്തിലുള്ള കടിയേറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിലെ വീടിനകത്തേക്കടക്കം പുലിയെത്തിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികളും. എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതോടെ മത്സ്യബന്ധന മേഖല വീണ്ടും സജീവമാകുകയാണ്. കഴിഞ്ഞ രാത്രി മുതൽ വലിയ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾക്കടലിലേക്ക് പോയി തുടങ്ങി. കാലാവസ്ഥ അനുകൂലമായതിനാൽ വലിയ മത്സ്യക്കോൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തീരം. കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ കഴിഞ്ഞ അർദ്ധരാത്രി 2000-ലധികം ബോട്ടുകളാണ് ഈ തീരത്തു നിന്നും ഉൾക്കടലിലേക്ക് പോയിരിക്കുന്നത്. അവ ചാകരക്കോളുമായി തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് തീരം. ഈ ട്രോളിംഗ് കാലയളവിൽ തീരം എന്ന് പറയുന്ന വറുതിയുടെ കാലം, അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ട ഒരു കാലം, ഒന്നുമില്ല, പണിയൊന്നുമില്ല, കഷ്ടപ്പാടാണ്. ഇപ്പോൾ അത് മാറുന്നു എന്നൊരു പ്രതീക്ഷയല്ലേ ഇത്? തീർച്ചയായിട്ടും അങ്ങനെ മാറുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പോൾ വെച്ചാൽ 52 ദിവസം ഞങ്ങളെല്ലാം ആകെ ദുരിതത്തിലായിരുന്നു. ഒരു വേലയും ഇല്ല, വീട്ടിലും എല്ലാം മൊത്തത്തിൽ നമ്മൾക്ക് കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിരുന്നു. വെച്ച് ലോണും കാര്യങ്ങളെല്ലാം മുടങ്ങി ആകെ പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമ്മുടെ കുടുംബജീവിതവും പോകും, ലോണും അടയ്ക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാധാരണ ഈ സമയത്ത് കൂടുതൽ മത്സ്യങ്ങൾ ലഭിക്കുന്നത് ഏതൊക്കെ മത്സ്യങ്ങൾക്കാണ് വില ലഭിക്കുന്നതോ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് പ്രിയം ഈ ചാകര കഴിഞ്ഞ് വരുന്ന, അല്ലെങ്കിൽ ഈ ചാകരക്കോളുമായി വരുന്ന മത്സ്യങ്ങളിൽ ഏതാണ് കൂടുതൽ പ്രിയം? ഇപ്പോൾ കൂടുതലും വരുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്ത് നടന്നത് കരിക്കാടിയും കിളിയും അല്ലേടെ കിളിയും, അത് രണ്ടോ നമുക്കിപ്പം സാഹചര്യത്തിൽ കിട്ടുന്നത് കൂടുതലും. പിന്നെ ഇനി എന്തോന്നൊക്കെ കടലമ്മ കനിയണോ നമുക്കറിയാവും. അതിൽ തന്നെയാണെങ്കിലേ വില കൂടുതൽ കിട്ടുന്നത്, നമുക്ക് വില കൂടുതൽ കിട്ടുന്ന മത്സ്യങ്ങൾ ഏതൊക്കെയാണ്? അതിപ്പം വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാക്കത്തില്ല. എന്ന് വെച്ചാൽ ഈ അവിടുന്ന് കടലമ്മ കനിഞ്ഞ് കൊണ്ടുവരുന്നതിന് അതിനകത്ത് ഏത് മീനായാലും കൂടുതലായി കഴിഞ്ഞാൽ വില കുറയും, അല്ലെങ്കിൽ വില എല്ലാം. 70-ലധികം രാജ്യങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ പുതിയ തീരുവ പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അധിക പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. കാനഡയുടെ തീരുവ 35% ഉയർത്തിയിട്ടുണ്ട്. ട്രംപിന്റെ കടുത്ത നിലപാട് തുടരുക തന്നെയാണ്. വിവിധ രാജ്യങ്ങൾക്ക് പ്രഖ്യാപിച്ച താരിഫ് പ്രാബല്യത്തിൽ വന്നു. 10% മുതൽ 41% വരെയാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത്. കാനഡയുടെ തീരുവ 25% നിന്ന് 35% ഉയർത്തി. സിറിയയ്ക്ക് 41% തീരുവ.
ലാവോസ്, മ്യാൻമാർ എന്നീ രാജ്യങ്ങൾക്ക് 40%, സ്വിറ്റ്സർലൻഡിന് 39%, ഇറാഖ്, സെർബിയ രാജ്യങ്ങൾക്ക് 35% തീരുവയുമാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. തീരുവ സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ട്രംപ് പ്രഖ്യാപിച്ച 25% തീരുവയും അധിക പിഴയും ഇനി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കും. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ച പ്രധാന ഘടകം. റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനെയും ട്രംപ് വിമർശിച്ചിരുന്നു. പുതിയ തീരുവ നിലവിൽ വരുന്നതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖല വൻ സമ്മർദ്ദത്തിലാവും. മരുന്ന്, വാഹനഭാഗങ്ങൾ, രത്നങ്ങൾ, ഇലക്ട്രിക്കൽ സാധനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയാണ് അമേരിക്കയിലേക്കുള്ള പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. കൂടാതെ സമുദ്രോൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്കും അമേരിക്കയുടെ തീരുവ നയം തിരിച്ചടിയാകും. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 10% കയറ്റുമതിയെ ഇത് ബാധിക്കുമെന്നാണ് ഏകദേശ കണക്ക്. കാർഷികോൽപ്പന്നങ്ങൾ, കൊക്കോ, സുഗന്ധദ്രവ്യങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ, ആഭരണങ്ങൾ, ഓട്ടോമൊബൈൽ, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി മേഖലകൾക്കാണ് കാര്യമായ പ്രഹരമുണ്ടാകുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി ഖാലിദ് ജമീലിനെ നിയമിച്ചു. മനോലോ മാർക്വസിന്റെ പിൻഗാമിയായി ഖാലിദിനെ AIFF എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 അംഗ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് ഖാലിദിനെ തെരഞ്ഞെടുത്തത്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ ജംഷഡ്പൂർ FCയുടെ പരിശീലകനാണ് ഖാലിദ് ജമീൽ. 13 വർഷത്തിനു ശേഷമാണ് ഇന്ത്യക്ക് മുഖ്യ പരിശീലകൻ എത്തുന്നത്. ഇംഗ്ലണ്ടിനെതിരെ അവസാന ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. ഓവലിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 1-ാം ദിവസം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 204 റൺസ് എടുത്തിട്ടുണ്ട്. 52 റൺസ് എടുത്ത കരുൺ നായർ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ക്രീസിൽ. ഇംഗ്ലണ്ടിന് വേണ്ടി ജോഷ് ടങ്, ഗൂസ് അറ്റ്കിൻസൺ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മഴ കാരണം മത്സരം പലപ്പോഴായി തടസ്സപ്പെട്ടിരുന്നു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.